അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ ഇന്നത്തെ 5ാമത്തെ ദിവസത്തെ ഉത്സവമാണ്. തെക്കേക്കരയുടെയാണ് ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഉത്സവം അപ്പോൾ അതിൻ്റെ രാവിലത്തെ അമ്പലമെല്ലാം നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചൊക്കെ ഇട്ടേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ താഴത്തെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ തെക്കേക്കരയുടെ ആൾക്കാരായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ മേളിലോട്ട് മാറിയപ്പോഴാണ് ഞങ്ങളുടെ കരയൊക്കെ മാറിപ്പോയത്. അപ്പം ഞങ്ങളുടെ ഈ കരയുടെ വരുന്നതേ ഉള്ളൂ. അപ്പം നല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റാക്കി എല്ലാം നല്ല കാണാൻ ഭയങ്കര ഭംഗിയായിട്ട് അമ്പലത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ ഉണ്ടല്ലോ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവിടെ കണ്ട് ഗ്ലാസ്സിനകത്ത് മഞ്ഞ പച്ച ചുവപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ച് വെച്ചേക്കുന്നത് കണ്ടോന്നേ. ഞാനാണെങ്കിൽ വിചാരിച്ചത് എന്നാണെന്നറിയോ, ഇത് ജ്യൂസ് ആയിരിക്കുന്നതായിരുന്നു വിചാരിച്ചത് കേട്ടോ. അവിടെ ഇന്ന് ഉത്സവബലിയുടെയൊക്കെ ആയിരുന്നു അമ്പലത്തിൽ നിന്നുണ്ടേ. അപ്പോൾ അതിനൊക്കെ ആൾക്കാർ രാവിലെ മുതൽ വന്ന്, അപ്പോൾ നല്ല വെയിലും ഒക്കെ അല്ലേ, അപ്പോൾ ആൾക്കാർക്ക് ദാഹിക്കുന്നതിന് വെള്ളം ഒഴിച്ച് വെക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്ത് തെക്കേക്കരക്കാർ ഇന്ന് അടിപൊളിയായിട്ടാണല്ലോ എല്ലാം ചെയ്തേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ആൾക്കാർക്ക് കുടിക്കാൻ വെള്ളവും ഒക്കെ കൊടുക്കുന്നത്. അവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. ഉത്സവം തുടങ്ങുന്നതിൻ്റെ അന്നും ഉണ്ട്, പിന്നെ ഈ ഉത്സവബലിയുടെ അന്നും ഉണ്ട് കേട്ടോ അന്നദാനം. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം വൈകുന്നേരങ്ങളിലാണ് അന്നദാനം ഉള്ളത്. അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. ഇന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചപ്പോൾ ഞാനടുത്ത് അങ്ങനെയൊക്കെ ആയിരിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നൊരു പുള്ളിക്കാരിയും പറയും, ജ്യൂസാണെന്നോ തോന്നുന്നത്, എല്ലാവർക്കും കുടിക്കാനൊക്കെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞേ. പക്ഷേ എങ്കിൽ ഉണ്ടല്ലോ അത് കണ്ടാൽ നമുക്ക് അങ്ങനെ തന്നെ തോന്നുള്ളേ. അപ്പോൾ അതിൻ്റെ മേളിലൊരു ചെറിയ ഇങ്ങനെ മഞ്ഞ കളർ പോലൊക്കെ ഉണ്ട്. മഞ്ഞ കളറല്ല, നമ്മുടെ ഈ നല്ലെണ്ണയുടെ ഒക്കെ ഒരു കളറില്ലേ, ആ കളറിലെ. അപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതേ. അന്നേരം എൻ്റെ തൊട്ടടുത്ത് ചേട്ടനോട് ചോദിച്ചു ഇത് എന്നാ സംഭവം എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് അത് വൈകിട്ടത്തെ ദീപക്കാഴ്ചയ്ക്കുള്ള വിളക്ക് സെറ്റാക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ അടിയിൽ കളർ വെള്ളം ഒഴിച്ച് വെച്ച് അതിൻ്റെ മേളിൽ എണ്ണ ഒഴിക്കും, എണ്ണ ഒഴിച്ച് വെച്ച് അതിൻ്റെ മേളിൽ തിരി വെക്കും. അങ്ങനെയാണ് ദീപക്കാഴ്ചയ്ക്കുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വെള്ളം വന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാനത് ഈ മെഴുകുതിരി ഉണ്ടല്ലോ പല സൈസ് കളറിൽ, അതിൻ്റെ വലിയ മെഴുകുതിരി അത് അവർ സെറ്റാക്കി വെച്ചേക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചേട്ടോ. അല്ലാതെ ഇങ്ങനെ വിളക്ക് കത്തിക്കുന്നത് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്നാണേലും ഉണ്ടല്ലോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ടത്. അവരത് സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ അവർ ഉച്ചയ്ക്ക് അതിന് ഒരു 12 മണിയൊക്കെ ആയപ്പം തൊട്ടേ അവർ തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. അതിന് മുന്നേ തുടങ്ങിയെന്ന് തോന്നുന്നു. ഞങ്ങൾ രാവിലെ വരുമ്പോൾ തൊട്ട് അവർ ഓരോന്നൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത്രയും നേരത്തെ പണിയുണ്ട് അവർക്ക്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്രയും നേരം കിടന്ന് എല്ലാം ചെയ്ത് സെറ്റാക്കിയാലേ അവർക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാകത്തുള്ളൂ. അപ്പോൾ അവരതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിക്കേണ്ടി വന്ന്. അപ്പം നമുക്ക് അറിയാവുന്നവരൊക്കെ കുറേ പേരൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് എനിക്ക് ദീപാവലിയുണ്ട്. പിള്ളേരില്ലായിരുന്നു കേട്ടോ, അവർക്കിന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് അവർ കഴിക്കാനൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ദീപാവലിയൊക്കെ കൂടെ ഞാനും ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പം നമുക്കറിയാവുന്നവരൊക്കെ വീഡിയോസൊക്കെ ഞാൻ കുറേശ്ശൊക്കെ എടുക്കും കേട്ടോ. അല്ലാത്ത നമുക്ക് പരിചയമില്ലാത്തവർ അങ്ങനെ എടുക്കത്തില്ല. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കേട്, ചിലർക്ക് വീഡിയോസിലൊന്നും വരുന്നത് അങ്ങനെ ഇഷ്ടമില്ലല്ലോ. അതുകൊണ്ട് ഇതുവരെ ആരും എന്നോട് അങ്ങനെ മുഖം മുഷിച്ച് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് അറിയാവുന്നവരെയാണ് ഞാൻ കൂടുതൽ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അറിയാമല്ലോ, അവർക്ക് താല്പര്യം ഉണ്ടല്ലോ നമുക്ക് അവരെ കാണുമ്പോൾ അറിയാം. അങ്ങനെയുള്ളവരൊക്കെ വീഡിയോസൊക്കെ ഞാൻ എടുക്കും. പിന്നെ എൻ്റെ നാട്ടുകാരല്ലേ, അവരെ നമുക്ക് എൻ്റെ വീഡിയോയിലൂടെയൊക്കെ അല്ലേ ഉള്ളൂ ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാവരെയൊക്കെ വീഡിയോയിലൂടെയൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വൈകുന്നേരമാണ് അമ്പലത്തിൽ വന്നത്. വൈകിട്ട് നല്ല അടിപൊളി പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. സോപാന സംഗീതമുണ്ട്, ദീപക്കാഴ്ച കാണലാണ് പ്രധാന പരിപാടി. പിന്നെ അവിടെ നിന്ന് ഇച്ചിരി ഐസ്ക്രീമൊക്കെ മേടിച്ച് തിന്നണം. പിന്നെ നമ്മുടെ നാടൻപാട്ടുണ്ട് കേട്ടോ, അതൊക്കെ നല്ല അടിപൊളിയാണ്. ഇന്ന് വരെ ഞാൻ ഇത്രയും നല്ലൊരു നാടൻപാട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുപോലെ നല്ല രസമായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് സോപാന സംഗീതമൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കേൾക്കാം. ഞാൻ ഈ ദീപക്കാഴ്ചയൊക്കെ വീഡിയോസാണ് കൂടുതൽ എടുത്തത്. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ സോപാന സംഗീതമൊക്കെ കേൾക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫേസ്ബുക്കിലാണെന്നെങ്കിൽ ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. ഈ സോപാന സംഗീതം അർപ്പിച്ചിട്ടുള്ള ഞങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത്. തുടർന്നും വരും വർഷങ്ങളിൽ നിങ്ങളുടെ എല്ലാവരും സ്നേഹപൂർവമായ സഹകരണവും സ്നേഹവും ഉണ്ടാകണമെന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ
ഫോക്ക് മണി ട്രൂപ്പായ അതിശയിപ്പിക്കുന്ന ഈ വിസ്മയ വിരുദ്ധത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളും അഭ്യർത്ഥിക്കുന്നു. എടുക്കുമ്പോ നേരെ എന്നാലേ വല്ലതും കിട്ടുള്ളൂ. എല്ലാ സ്നേഹത്തിനും പ്രത്യേക ഉത്സവ കമ്മിറ്റിക്ക് നന്ദി സ്നേഹം അറിയിക്കുന്നു. അതിന് വേണ്ട എല്ലാ ആണോ
ജീവനുള്ള ദൈവങ്ങളാണ് നാഗങ്ങൾ എന്നാണ് നമ്മുടെ മലയാളക്കരയുടെ വിശ്വാസം. 100 പാലുമെല്ലാം നൽകുമ്പോൾ നാഗദൈവങ്ങൾ ഇളകിയാടിയ
Oh,
എനിക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും വീഡിയോസൊക്കെ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഇതായിട്ട് എടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ലെങ്തായി പോകും. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു നാടൻ പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഞങ്ങളുടെ തെക്കേക്കരയിലെ ഉത്സവം ഈ ഒരു നാടൻ പാട്ടോടുകൂടി ഇന്നുകൊണ്ട് തീരുകയാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ